ബൈക്ക് 3D ഗെയിമിലെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വീണ്ടും വന്നു കേസ്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ഒരു നിമിഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്താണ് അപ്ഡേറ്റും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ബൈക്കുകൾ കാറുകൾ, അതുപോലെ തന്നെ JCBയുടെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മാറ്റം തന്നെ ഈ ഒരു ഗെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലാരിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ക്ലാരിറ്റിയാണ് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും നടന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകും കേസ്. അപ്പോൾ നമ്മളെ പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിനടുത്ത് തന്നെയാണ്. അവിടെ ആയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ JCBയുടെ ചീറ്റ് കോഡ് അടിച്ചതിന് ശേഷം നിങ്ങളെ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. നമുക്ക് എന്തായാലും JCBയുടെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ അടിക്കാം. എന്താണ് നമ്പറും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 6677 ആണ് നമ്മുടെ നമ്പർ. ഇപ്പോൾ നമുക്ക് അടിക്കാം. 6677 ആണ് നമ്മുടെ നമ്പർ. ഇതിപ്പോൾ നല്ല കിണ്ണൻ JCB ഇവിടെ വന്നിട്ടുണ്ട് കേസ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേസ്. ഇതിന് കളർ കാര്യങ്ങളൊന്നും മാറ്റാൻ വേണ്ടി സാധിക്കത്തില്ല കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയിൽ കയറാം. വണ്ടിയിൽ കയറിയിട്ട് ഇതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ആക്ടിവിറ്റി ഒക്കെ എങ്ങനെയാണ്. സീന് സെറ്റ് സംഭവം ദോടെയൊക്കെ ചെയ്യുന്നുണ്ട്. സ്പീഡ് കുറവാണ് കേട്ടോ, സ്പീഡ് കുറവാണ്. വേണമെങ്കിൽ നമുക്ക് ആ ചേട്ടനെ നമുക്ക് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയാൻ വയ്യ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് നൈസിന് ആ ചേട്ടനെ തോണ്ടി എടുക്കാൻ പറ്റുന്നോന്ന് നോക്കാം. ഏതാണ്ടേ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ആ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ചത്ത് കേട്ടാ ആ ചേട്ടൻ ചത്തു. നമുക്ക് നൈസിന് പൊക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല. ഇനിയിപ്പോൾ മെനക്കേടാണ്. ഇനിയിപ്പോൾ ഇതും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. വേണമെങ്കിൽ നമ്മൾ ഈ ഒരു JCB വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കാർ എങ്ങാനും പൊക്കാൻ വേണ്ടി സാധിക്കും. കാറോ ബൈക്കോ അങ്ങനെ പൊക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ സമയം കളയണ്ട, നേരെ നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോകും കേസ്. ഇപ്പോൾ അതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ നമുക്ക് കയറാൻ വേണ്ടി സാധിക്കുമെന്നൊന്നും എനിക്കറിയാൻ വയ്യ. കുറേ നിലകളുണ്ട് കേസ്, കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഈ വണ്ടിയാണെങ്കിൽ JCB ആണെങ്കിൽ ഇങ്ങനെ പതിയെ അനങ്ങാതെ ഇങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോൾ ഇത് നടക്കത്തില്ല കേസ്. നമുക്ക് വണ്ടി ഇവിടെ ഒതുക്കി നിർത്തിയിട്ട് നടന്നു പോകാം. അതായിരിക്കും നല്ലത്. നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ്. ഈ JCB ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയുടെ താരം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ കേസ്. ഇപ്പോൾ നമ്മളെന്തായാലും JCB അവിടെ നിർത്തിയിട്ട് നൈസിന് നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ കൊള്ളാം കേസ്. ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പോലീസിൻ്റെ വണ്ടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ പോലീസും കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല കേസ്. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്കൊരു പുതിയൊരു വണ്ടി കാണിച്ചു തരാം. എന്താണ് നമ്പർ എന്ന് വെച്ചാൽ 8880 ആണ്. അപ്പോൾ ആ വണ്ടിയുടെ പേര് ഹാമക്ക് എന്നാണ് വണ്ടിയുടെ പേര്. സീന് വണ്ടിയാണ് കേസ്. ഇപ്പോൾ കളർ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. സീന് വണ്ടിയാണ്, നമുക്ക് ബ്ലൂ ആക്കാം. ഓക്കെ കേസ്. ഇപ്പോൾ ഈ ഒരു വണ്ടി സീനാണ്, കൊള്ളാം, നല്ലൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ കുറേ കസേരയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ക്യാമറ വരെ വെച്ചേക്കുന്നു. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്താ പൊട്ടന്മാരാണ്. അത് കൊള്ളാല്ലേ ഗായ്സ്. ഇവിടെ സ്റ്റെപ്പ് വെച്ചിട്ട് ബാക്കി ഭാഗം മറച്ച് വെച്ചേക്കുന്നത്. എന്തൊരു മണ്ടന്മാരായി. അതൊന്നും എനിക്കറിയാൻ വയ്യ. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ അതൊക്കെ തുറക്കുമായിരിക്കും ഗൈസ്. പിന്നെ അവിടെ സെല്ലുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല ഗൈസ്. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ അതൊരു ക്ലിച്ചുണ്ട് ഗൈസ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ പറഞ്ഞു തരാം. എന്താണ് ക്ലിച്ചെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം വേണ്ട എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കാറാണ് ഹാമക്ക് എന്ന് പറയുന്ന ഈ ഒരു കാർ എടുത്തിട്ട് നമുക്ക് ഏത് കാർ വെച്ചും ആ ഒരു ക്ലിച്ച് നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു കാർ എടുത്തതിന് ശേഷം നൈസിന് നമ്മുടെ ആ ഒരു സെല്ല് സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തോട്ട് നല്ല കറക്റ്റിന് പിടിപ്പിച്ച് വെക്കാം ഗൈസ്. അവിടെ സ്റ്റക്കായെന്ന് തോന്നുന്നു. നമുക്ക് നല്ല നൈസിന് കറക്റ്റിന് ആ ഭിത്തിയിൽ ചേർന്നിരിക്കണം ഗൈസ്. അപ്പോൾ ആ ഒരു വിധത്തിൽ വേണം പിടിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ആയില്ല. എന്തായാലും നമുക്കൊന്ന് കറക്റ്റ് ആക്കും ഗൈസ്. ഓക്കെ. ഇപ്പോൾ കറക്റ്റായിരുന്നു. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് അങ്ങോട്ടാക്കി ഗൈസ്. അങ്ങനെ നമ്മൾ സെല്ലിനകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മളെ പോലീസ് പിടിച്ചുകൊണ്ട് വന്നു. ഓക്കെ ഗൈസ്. ഇപ്പോൾ ഇത് സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ ഇറങ്ങണമെങ്കിൽ നമ്മൾ ആ കാറ് കിടക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട് പോയതിന് ശേഷം കാറിൽ കയറിയിട്ട് നമുക്ക് വണ്ടി എടുത്ത് അങ്ങോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വെളിയിൽ ഇറങ്ങി ഗൈസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സെല്ലിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ.
പിന്നെ വേറൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ക്ലിച്ച് ഉണ്ട് കേസ്. അപ്പോൾ കുറേ യൂട്യൂബറും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ആ ഒരു ക്ലിച്ച്. അപ്പോൾ ഞാനൊന്ന് നടക്കുന്നോന്നൊന്ന് നോക്കി നോക്കി. നമുക്ക് എന്തായാലും ഡൈനോസറിനെ വിളിക്കാം. ഡൈനോസറിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും ഈ ഡൈനോസറിൻ്റെ അകത്ത് കയറാം. ഈ ഡൈനോസറിനൊരു കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ നല്ല പാടാണ് കേസ്. ഇത്തിരി പാടുപെട്ട് വേണം ഈ ഡൈനോസറിനെ കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, ഇത് അനങ്ങുന്നില്ല. അനങ്ങുന്നില്ല, നാശമോ. ഓക്കെ അനങ്ങുന്നേ പോയാ. ഓക്കെ, നമുക്കൊന്നും കൂടെ കയറിയിട്ടാക്കാം. ഇത് ഇത്തിരി മെനക്കേടാണ് ഗീസ്. ഓക്കെ ഗീസ്, ഞങ്ങൾ നമ്മളെന്തായാലും നൈസിന് നമ്മുടെ ഡൈനോസറിനെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. തൂണ്ട് സ്റ്റെപ്പ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നൈസിന് നമുക്ക് നമ്മൾ ഈ ഒരു ഡൈനോസർ വെച്ചിട്ട് സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് ചേർത്ത് വെക്കാം ഗൈസ്. ചേർത്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്തോടെ ഇത് ഇത് ഇത്തിരി പാടാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ചേർത്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളെ നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ അങ്ങനെ ചെയ്ത് ഗൈസ്. അങ്ങനെ നമ്മൾ ഡൈനോസറിനെയൊക്കെ അവിടെ വെച്ചിട്ട് സീനായിട്ട് തന്നെ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെയും ഇത്തിരി ലോക്കാണ് ഗൈസ്. എന്താണെന്ന് പറഞ്ഞാണോ എന്തോ ഉണ്ടാക്കി ചെയ്യുന്നത്. ആ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അടുത്ത വേർഷനിലൊക്കെ മാറ്റുമായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പം ഇതൊക്കെ ഈ മതിലൊക്കെ എടുത്ത് മാറ്റുമായിരിക്കും. അപ്പോൾ വെളിയിലിറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഡൈനോസറിൻ്റെ അകത്തോട്ട് കയറിയിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയാൽ മതി. എന്നിട്ട് നമ്മളെ ഡൈനോസറിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയാൽ മതി. നമ്മൾ ഈ ക്ലിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഡൈനോസറിനായിരുന്നു കേസ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളെ ഷോറൂമിൽ മാറ്റവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഷോറൂം ഇത്തിരി കളർഫുള്ളാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ കാർ ഷോറൂം എന്നൊക്കെ എഴുതി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് 2 സ്ഥലത്തായിട്ടായിരുന്നു വേർതിരിച്ചിരുന്നത്. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരേ കണക്കാണ്, നിരത്തിയാണ് കേസ് വെച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കയറിയിട്ട് അവിടുന്ന് വരാം കേസ്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം വേറെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പ്ലേ സ്റ്റോറിൽ കണ്ടിട്ടില്ല. പിന്നെ നമ്മളെ ഈ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എടുത്തായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ പോയി ട്രൈ ചെയ്ത് നോക്കുക കേസ്. അപ്പോൾ അടിപൊളി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ക്ലിച്ചുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക കേസ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ സപ്പോർട്ട്. ഇപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നെങ്കിൽ എല്ലാവർക്കും ഗുഡ് ബൈ.